ഹലോ, ഇന്ന് എന്തൊക്കെയാ കഴിക്കാൻ നോക്കിയാലോ. വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് എപ്പോഴും ബിരിയാണി. ഒരു ദിവസം ചേച്ചിമാർ ഉണ്ടാക്കിയത് സോയാബീൻ ബിരിയാണി ആയിരുന്നു. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അവരെന്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പം അതല്ല ഞാൻ റെസിപ്പി ചോദിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കും. അങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഞാനങ്ങ് പൊരിച്ചു. ചിക്കൻ പൊരിച്ചത് എനിക്ക് ഇഷ്ടമായി തുടങ്ങിയ ശരിക്കും അവിടെ നിന്ന് എല്ലാ ദിവസവും ബുധനാഴ്ച ഞങ്ങൾക്ക് സാമ്പാറും ചിക്കൻ പൊരിച്ചതും, അല്ലെങ്കിൽ പരിപ്പ് കറി ചിക്കൻ പൊരിച്ചതും, ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ കൂടെ 2 പപ്പടം, അച്ചാറ്, അതുപോലെ തന്നെ അതിൻ്റെ സാലഡെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വലിയൊരു സംഭവം ഉണ്ടായി. 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ അവരനെ കണ്ടെന്ന് ഞാൻ തന്നെ അങ്ങ് ഷോക്കായി പോയി. ഇതെൻ്റെ ഇരട്ടയല്ലേ നിൽക്കുന്നത് തോന്നിപ്പോയി. കാരണം എല്ലാം അതുപോലെ തന്നെ, എൻ്റെ അതേ ഹൈറ്റ്, എൻ്റെ അതേപോലെ തന്നെ കളറും, എൻ്റെ എന്നെക്കാട്ടി മുടി ലേശം കുറവാണെങ്കിലും എൻ്റെ സോഡാ ഗ്ലാസ് കണ്ണട വരെ ഉണ്ടാവായിരിക്കും. ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ഇത്രയും സാമ്യം. ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മേനോട് ചോദിച്ചു, ഞാൻ ഇരട്ടയായിട്ടായിരുന്നോ? എൻ്റെ അതേപോലെയുള്ള ഒരാളെ ഞാൻ ഇന്ന് കണ്ട്. അപ്പം അമ്മ പറയും, ഞാൻ പ്രസവിക്കുന്ന അതേ ടൈം വേറൊരു പെണ്ണുങ്ങളും പ്രസവിച്ചിരുന്നു. ജീവിതത്തിൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു തരാം. നമ്മൾ കാര്യത്തിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. വൈകുന്നേരം ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. ചിക്കനും കൂടി ഇട്ടിട്ട് ലോഡഡ് ഫ്രൈസ് ആക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ചിക്കൻ ഇട്ട് അമ്മ കഴിക്കാത്തതിനെ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടായി. ആദ്യമായിട്ട് അമ്മ ഫ്രഞ്ച് ഫ്രൈസും മയോണൈസും കഴിക്കാൻ പോകുന്ന ദിവസമാണ് ഇന്ന്. ഇതെന്തെന്നാക്കുന്നു ചോദിച്ചു. സംഭവം പുള്ളി ഇത് കണ്ടിട്ട് തന്നെ ഇല്ല. ഇത് പൊട്ടറ്റോ ആണ്, ഇതെല്ലാം തിന്നിട്ട് എനിക്ക് ഗ്യാസ് കയറിയോ ചോദിച്ചപ്പം പറഞ്ഞു, ഇല്ല സാറില്ല, കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ആക്കിയിരുന്നു. അതിലേക്ക് വിനാഗിരി, പിന്നെ അതുപോലെ ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് പാലും ഇച്ചിരി വെള്ളം, ചൂടുവെള്ളം തണിഞ്ഞതാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കറങ്ങി വരട്ടെ. എരിവിന് വേണ്ടിയിട്ട് 2 വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും നമ്മൾ ഓയിലും മുട്ടേനെ കൊണ്ട് ആക്കുന്ന മയോണൈസ് തന്നെയായിരുന്നു രസം. കാരണം ഞാൻ ആക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് തേങ്ങ ചമ്മന്തി പോലെ ഉണ്ടായിരുന്നു.